സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയം ഘോഷയാത്ര നിയമസഭാ സ്പീക്കർ എ.എൻ. ഷംസീർ ഉദ്ഘാടനം ചെയ്തു. 59 കലാരൂപങ്ങളാണ് വർണ്ണാഭമായ ഘോഷയാത്രയിൽ അണിനിരന്നത്. തെയ്യം, തിറ, കാളകളി, കരകാട്ടം, പുലികളി, പുരാണ കഥാപാത്രങ്ങളുടെ വേഷധാരികൾ തുടങ്ങി 59 കലാരൂപങ്ങൾ അണിനിരന്നതോടെ ഘോഷയാത്ര വർണ്ണാഭമായി. കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നിശ്ചല ദൃശ്യങ്ങളായിരുന്നു മറ്റൊരു പ്രധാന ആകർഷണം. വാദ്യമേളങ്ങളുടെ അകമ്പടി കൂടിയായപ്പോൾ 2024 ഓണാഘോഷത്തിന്റെ കേളികൊട്ടിന് പത്തരമാറ്റു ചന്തം. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ സമാപിച്ചു. വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് വേണ്ടിയുള്ള മൗനപ്രാർത്ഥനകളോടെയാണ് ഘോഷയാത്രയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത്. ആളുകൾ തമ്മിലുള്ള ഐക്യം കേരള സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അത് കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കണമെന്നും സ്പീക്കർ എ.എൻ. ഷംസീർ. നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന ഓണം സമഭാവനയുടെ, സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ ആഘോഷമാണ് ഓണം. പരസ്പരം സ്നേഹിക്കാൻ, പരസ്പരം ബഹുമാനിക്കാൻ, സഹിഷ്ണുതയോടെ മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കിടയിൽ വിഭാഗീയതയില്ലാതെ, നമുക്കിടയിൽ വർഗീയതയില്ലാതെ, നമുക്കിടയിൽ ദുഷ്ടചിന്തയില്ലാതെ പരസ്പരം മുന്നോട്ട് പോകാനാണ് ഓണം നമ്മളെ പഠിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് കെ. ഫ്രാൻസിസ് ജോർജ് എം.പി. അത്തം പതാക ഉയർത്തി. ഇനി ആഘോഷങ്ങളുടെ 10 ദിവസമാണ്. പൂക്കള മത്സരവും കലാസന്ധിയും വിഭവസമൃദ്ധമായ സദ്യയുമൊക്കെയായി ഇത്തവണയും ഓണം അവിസ്മരണീയമാക്കാനാണ് ശ്രമം. ഒപ്പം വയനാടിനെ ചേർത്ത് പിടിക്കാനും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.